ഹലോ എവരിവൺ. സോ എല്ലാവരുടെയും നീറ്റ് എക്സാം കഴിഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് ഒരുപാട് സ്റ്റുഡൻസ് ചോദിച്ചൊരു കാര്യമാണ്, നീറ്റ് പേപ്പർ ലീക്കായെന്നുള്ള ഒരു വാർത്ത വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, ഇത് സത്യമാണോ, ആണെങ്കിൽ തന്നെ ഇനി എക്സാം വീണ്ടും കണ്ടക്ട് ചെയ്യുമോ, അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ അതിനൊരു മറുപടി ആയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. സോ നിങ്ങൾ നീറ്റ് എക്സാം കഴിഞ്ഞു, നിങ്ങൾ കേട്ടത് ശരിയാണ്, അവിടെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പം അതുമായി ബന്ധപ്പെട്ട് NTA തന്നെ ഒഫീഷ്യലായിട്ട് പ്രസ് റിലീസ് ഇറക്കിയിട്ടുണ്ട്. ഓക്കെ, സോ NTA പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, രാജസ്ഥാനിലൊരു സ്ഥലമുണ്ട്, ഇവിടെ കൊടുത്തിട്ടുണ്ട്, സവായി മധോപൂർ എന്ന് പറയുന്ന സ്ഥലം. ഇവിടെ എന്താ സംഭവിച്ചെന്ന് ചോദിച്ചാൽ, ക്വസ്റ്റ്യൻ പേപ്പർ കൊടുക്കാൻ എന്തോ ലാഗ് വന്നിട്ടുണ്ട്. എന്തോ ഇംഗ്ലീഷ് പേപ്പർ കൊടുക്കുന്നതിന് പകരം ഹിന്ദി പേപ്പർ കൊടുത്തു. സ്റ്റുഡൻസ് അതിനെതിരെ പ്രതികരിച്ചു. അപ്പോൾ സ്റ്റുഡൻസ് ഓവറായിട്ട് പ്രതികരിച്ചു. അതിനെ കൺട്രോൾ ചെയ്യാൻ അവരുടെ സെന്ററിന് കഴിഞ്ഞില്ല. അങ്ങനെ കുറച്ച് സ്റ്റുഡൻസ് ഈ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് പുറത്തോട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് അവരത് സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് ചെയ്തു. അതാണ് ഇപ്പൊ നമ്മൾ ലീക്കായി എന്ന് പറയുന്ന പേപ്പർ എന്ന് പറയുന്നത്. സോ പേപ്പർ കറക്റ്റ് ആണോ ചോദിച്ചാൽ പേപ്പർ സെയിം പേപ്പർ തന്നെയാണ്. പക്ഷേ ഇതില് എന്താ പറയാ, ഇത് എക്സാം സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് ഈ സ്റ്റുഡൻസ് പുറത്തോട്ട് വരുന്നത്. ശരിക്കും അങ്ങനെ പുറത്തു വരാനുള്ള ലീഗലി ഓപ്ഷൻ ഇല്ല. പക്ഷെ ഇവർ ഫോഴ്സിബിളി പുറത്തു വന്നു. മേ ബി അതില് കോമ്പൻസേഷൻ എന്തെങ്കിലും അതിനുമായിട്ട് ബന്ധപ്പെട്ട മേ ബി എന്തെങ്കിലും ആക്ഷൻ അവർ എടുക്കുമായിരിക്കും NTA. സോ സ്റ്റുഡൻസ് പുറത്തു വന്നു. ദെൻ ഈവൻ ദോ അവർ പുറത്തു വന്ന് അവർ സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്തെങ്കിൽ കൂടി അത് പുറത്തുള്ള ആളുകൾ മാത്രമേ കണ്ടിട്ടുള്ളൂ. എക്സാം എഴുതാൻ പോകുന്ന ആർക്കും അതിന് ആക്സസ് കിട്ടിയിട്ടില്ല. കാരണം 2 മണിക്ക് ശേഷമാണ് ഇവർ പുറത്തുനിന്ന് ഇത് റിലീസ് ചെയ്യുന്നത്. അതിനുശേഷം ആരെയും അങ്ങോട്ട് പോയിട്ട് എക്സാം എഴുതിപ്പിക്കാൻ അവർ സമ്മതിക്കൂല. ഓക്കെ, സോ നമുക്ക് എന്ത് പറയാം, എന്തുതന്നെയാണെങ്കിലും ഈവൻ ദോ ക്വസ്റ്റ്യൻ പേപ്പർ പുറത്തു വന്നെങ്കിൽ കൂടിയും അത് ആരും ഉപയോഗിച്ചിട്ടില്ല. അതൊരു എക്സ്ക്യൂസ് ആയിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആരും എടുത്തിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ എന്താണ്, ഇനി വീണ്ടും ഒരു റീ എക്സാം പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് NTA തന്നെ ഒഫീഷ്യലായിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഇനി നീറ്റ് വീണ്ടും കണ്ടക്ട് ചെയ്യുന്നു വിചാരിക്കേണ്ട. സെയിം വേ തന്നെയാണ്, അതിലൊരു ലീക്കേജ് വന്നിട്ടില്ല. ദെൻ ആർക്കും അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് കിട്ടിയിട്ടുമില്ല. സോ നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷനുമായിട്ട് മുന്നോട്ട് പോവുക. ഓക്കെ, സോ കട്ട് ഓഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉടനെ തന്നെ നിങ്ങൾ അറിയിക്കുന്നതാണ്. സോ എല്ലാവരും കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. സപ്പോസ് ഇനി ആർക്കെങ്കിലും വിചാരിക്കുന്നത് പോലെ പെർഫോം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ അധികം ഡിസപ്പോയിന്റ് ചെയ്യേണ്ട. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ വീണ്ടും പ്രിപ്പറേഷൻ എവിടേക്കാണോ മിസ്റ്റേക്ക് വന്നത് ആ കാര്യങ്ങളെല്ലാം അനലൈസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് നീറ്റിൽ വീണ്ടും അപ്പിയർ ചെയ്യാം. അല്ല ഇനി വേറെ എന്തെങ്കിലും ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ആ കോഴ്സുകൾ ചൂസ് ചെയ്യാം. ഓക്കെ, നിങ്ങൾ വീണ്ടും നീറ്റ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. മെന്ററിങ് പ്രോസസ്സിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പങ്കെടുക്കാം. അതുമായി ബന്ധപ്പെട്ട ലിങ്ക് ഞാനിവിടെ ഷെയർ ചെയ്യും കമന്റ് സെക്ഷനിൽ. സോ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾ അതുവഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. സോ ഓൾ ദി വെരി ബെസ്റ്റ്, ടേക്ക് കെയർ.